എലീന പടിക്കൽ. ഒരുപാട് പേരിങ്ങനെ ചോദിക്കാറുണ്ട് ഞാൻ ആരാണ്, എന്താണ്, എവിടെ നിന്നാണ്. ജനിച്ചത് കോട്ടയത്താണ്. അപ്പോൾ ഒരു കോട്ടയംകാരി അച്ചായത്തിയാണ്. പക്ഷെ കുറച്ചു കാലം ട്രിവാൻഡ്രത്ത് നടന്നു. ഓ തന്നെ. പക്ഷെ ഇപ്പം ബാംഗ്ലൂരാണ്. തിരുവനന്തപുരം, അങ്ങനെ എത്ര എത്ര രാജ്യങ്ങൾ. സ്കൂളിൽ നോട്ട്സ് ഒന്നും അധികം എഴുതാത്ത ടൈപ്പായിരുന്നു. പക്ഷെ മാർക്കൊക്കെ നന്നായിട്ട് മേടിക്കും. നോട്ട്സ് ഒന്നും അധികം എഴുതൂലായിരുന്നു. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. അത്യാവശ്യം തല്ലിയൊക്കെ അടിച്ചു പഠിപ്പിച്ച ഒരു കുട്ടിയാണ് ഞാൻ. അതുകൊണ്ട് അതിൻ്റെ എല്ലാ നന്മകളും ഇപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അന്ന് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ഇരുന്നവരൊക്കെ ഇപ്പോൾ വലിയ വലിയ നിലയിൽ, അതായത് ഡയറക്ടേഴ്സും സിഇഒയും പിന്നെ ചിലരൊക്കെ ചാനൽ ഓൾറെഡി മേടിച്ചു. അങ്ങനത്തെ ബന്ധങ്ങൾ വരെ ഉള്ളവരാണ് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ്. സീരിയലിൽ ചെയ്യാവുന്ന അത്രയും മാക്സിമം പുതുമ എന്തെങ്കിലും കൊണ്ടുവരാൻ നോക്കും. ചെയ്ത് അതേ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഗോഷ്ടിയോ അല്ലെങ്കിൽ ഒരു മാനറിസം മാത്രമല്ല ഞാൻ ചെയ്യുക. ഓരോ തവണയും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മാനറിസം കൊണ്ടുവരാൻ നോക്കാം. ഇതും അങ്ങനെ എടുത്തതാണോ? ശേഷം എനിക്ക് ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ട് മൂവീസിൽ. ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ ഒന്നും. ഒരെണ്ണം എനിക്ക് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചല്ല, സംസാരിച്ചൊക്കെ വെച്ചു. പക്ഷെ ലാസ്റ്റ് നിമിഷമായപ്പോൾ അതും പിന്നെ വേണ്ടാന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്ത് പോയിട്ടേ ഉള്ളൂ. അല്ല, രക്ഷപ്പെട്ടല്ലോ, ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു. കൽപ്പനേച്ചിയുടെ ഒരു എന്താ വേക്കൻസി, അവിടെ കൽപ്പനേച്ചി ഇല്ലാത്തതിൻ്റെ ഒരു ഇത് എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ട്. അത് എലീനനെ കൊണ്ട് പറ്റും എന്ന് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ആങ്കറിംഗ് കുറച്ച് വിട്ട് നിൽക്കുകയാണ്. ബിക്കോസ് എൻ്റെ ഒരു ഇതിൽ 2017 മൊത്തവും ഏത് ചാനലിട്ട് നോക്കിയാലും എന്നെ കാണുന്നു എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല. എങ്കിലും ഒരു സത്യം കൂടെ ഞാൻ പറയാം. ഒരിടയ്ക്ക് എനിക്ക് മറ്റേ സിവിൽ സർവീസ് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. IAS എഴുതണം അല്ലെങ്കിൽ ഒരു IPS ഓഫീസർ ആവണം എന്നുള്ളത്. പരീക്ഷയുടെ തലേന്നാണ് എനിക്ക് ഫ്ലൂ പിടിപെട്ടത്. എന്റെ മോന്റെ IAS പോയെന്നും പറഞ്ഞ് എന്റെ പപ്പ പൊട്ടിക്കരഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. വാഹനം എന്ന് വെച്ചാൽ ബാംഗ്ലൂർ എനിക്ക് ഒരുപാട് വണ്ടികൾ ഞാനിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇവിടെ അത് പോസിബിൾ അല്ല. കാരണം ഇവിടെ അപ്പ അമ്മ ഇങ്ങനെ ഒരു തവണ മാറ്റിക്കൊണ്ടിരിക്കുന്നതിന് നല്ല വഴക്ക് തരുന്നുണ്ട്. താമസിക്കുമെങ്കിൽ പുതിയ ഒരെണ്ണം വാങ്ങിച്ചോണ്ടോ? ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചോണ്ടാ മതി. എന്തിനാണ് ഇപ്പൊ പുതിയ കാർ എന്നായി കിട്ടാൻ താമസിക്കുന്നു. SD ഒരു ബൈക്ക് എനിക്ക് ഉണ്ട്. ഞാൻ SD റാലിയിൽ ഉള്ള ഏക ഒരു ഫീമെയിൽ റൈഡർ ഞാനാണ്. ഇപ്പം ഞാനാണ് ആദ്യത്തെ റാലി ഇവിടെ ട്രിവാൻഡ്രത്ത്. ഫീമെയിലും ഞാനും, ബാക്കി ഫുള്ള് മെയിൽസും ആയിരുന്നു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? കാരണം ഞാൻ മാക്സിമം ഓൾട്ടർ ചെയ്ത് അതിന് മാക്സിമം എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ചെയ്ത് നടക്കും. പക്ഷേ മാരുതി 800 ആണെങ്കിൽ അതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് മാറ്റി അതിലൊരു LED ലാമ്പ് വെക്കുക, ഒരു അലോയ് വീല് വെക്കുക. അതിൻ്റെ ഇപ്പം ചെയ്യുന്നത് ഞാൻ MBA ആണ്. ഇവൻ MBA ആണെങ്കിലും ഞാൻ ഡ്യുവലാണ് എടുത്തേക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അധികം കോളേജസിലൊന്നും ഇല്ല. വെറുതെ അല്ല, മനുഷ്യരായ ഒന്നുകിൽ MAക്ക് പഠിക്കണം അല്ലെങ്കിൽ BAക്ക് പഠിക്കണം. ഇത് രണ്ടും കൂടെ MBA എന്നും പറഞ്ഞ് ഒന്നിച്ച് കുത്തിക്കയറിയിട്ടല്ലേ തലച്ചോറ് കേടായത്. ഇപ്പം ബാംഗ്ലൂർ ഇസ് ഓൾവേസ് എ ഹാപ്പനിങ് സിറ്റി. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബാംഗ്ലൂര് നല്ല സുഖ സൗകര്യത്തോടെ ജീവിക്കാനുള്ള ഞാൻ വീടിൻ്റെ ഉള്ളിലാണ്. പക്ഷെ ട്രിവാൻഡ്രത്താണെങ്കിൽ ഒരു 9 o'clock 10 o'clock വരെ മാക്സിമം ആൾക്കാർ വെളിയിലുണ്ടാവും. അത് കഴിഞ്ഞാൽ വീണ്ടും, ബിക്കോസ് അത് അങ്ങനെയാണ്. കാരണം എല്ലാവരും ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരിക്കും. നെക്സ്റ്റ് ഡേ അവർക്ക് ജോബിന് പോകണം, സ്കൂൾ, അങ്ങനത്തെ കാര്യം. ബാംഗ്ലൂർ പക്ഷേ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. കക്കൂസെ പോലും വേണ്ടി വന്ന CD പ്രയർ വെച്ച് തരും. അങ്ങോട്ട് പോയിക്കോ. കക്കൂസേലിക്കാ അല്ല, ബാംഗ്ലൂരിലേക്ക്. അതേടാ, ഞാൻ അങ്ങോട്ട് തന്നെ പോവാനിരിക്കുന്നത്. അയ്യോ, കക്കൂസെ പോകാൻ വേണ്ടി മാത്രം ബാംഗ്ലൂർക്ക് പോകും. കൊള്ളാനും വാങ്ങാനും ഇനിയുമുണ്ട്. എല്ലാം വഴിയേ. സംഭവാമി യുഗേ യുഗേ.